കർത്താവായ യേശുക്രിസ്തു ചെയ്തതായ അത്ഭുതങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. ഇന്ന് നോക്കാം മർക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ വാക്യം വരെ. ചില ദിവസം കഴിഞ്ഞതിനു ശേഷം അവൻ പിന്നെയും കഫർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിൽ ഉണ്ടെന്ന് ശ്രുതിയായി ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്നു അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാരം നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ അവർ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുര പൊളിച്ചു തുറന്നു പക്ഷവാതക്കാരനെ കിടക്കിയോടെ ഇറക്കിവെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനേ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു. ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവൻ അല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആരെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടേ ഇരുന്നു. 9-ാമത്തെ വാക്യം. പക്ഷവാതക്കാരനോട്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നു പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്നു പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരം ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്നു ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. 12-ാമത്തെ വാക്യം. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്ക എടുത്തു. എല്ലാവരും കാൺകെ പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. എണ്ണാൻ കഴിയാത്ത അത്ഭുതങ്ങൾ യേശു ചെയ്തിട്ടുണ്ട്. എന്നാൽ ബൈബിളിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതായ മത്തായിയുടെ സുവിശേഷമാകട്ടെ, ലൂക്കോസിലാകട്ടെ, മർക്കോസിലാകട്ടെ അല്ലെങ്കിൽ ലൂക്കോസിലാകട്ടെ, ഈ 4 സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നതായ അത്ഭുതങ്ങൾ ഏകദേശം 33 അത്ഭുതങ്ങൾ മാത്രമാണ്. ആ 33 അത്ഭുതങ്ങളിൽ കഫർന്നഹൂമിൽ മാത്രം 11 അത്ഭുതങ്ങൾ യേശു കർത്താവ് ചെയ്തു എന്ന് കാണുന്നു. അതായത് കർത്താവ് ചെയ്തതായ അത്ഭുതങ്ങളിൽ വെച്ച് ഏകദേശം 35% കഫർന്നഹൂമിൽ വെച്ച് തന്നെയാണ് ചെയ്തത്. കർത്താവ് ചെയ്തതായ അനേകം അത്ഭുതങ്ങളിൽ 2 അത്ഭുതങ്ങൾക്ക് വളരെ പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പക്ഷപാതം പിടിച്ചതായ ഒരു രോഗിയെ യേശുക്രിസ്തു എഴുന്നേൽപ്പിക്കുന്നു. അതാണ് നമ്മൾ കഫർന്നഹൂമിലായിട്ട് കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ശതാധിപൻ യേശുവിൻ്റെ അരികിലേക്ക് വന്നിട്ട്, യേശുവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് വലിയ കഷ്ടതയിൽ ആയിരിക്കുകയാണ് എന്നൊരു ശതാധിപൻ പറഞ്ഞു. റോമൻ സാമ്രാജ്യത്തിൽ റോമൻ സൈന്യത്തിൻ്റെ കുറച്ച് സൈനികരുടെ അധികാരിയായിരിക്കുന്ന വ്യക്തിയാണ്, അന്യനായ വ്യക്തിയാണ്. എന്നിരുന്നാലും എൻ്റെ രാജ്യം ഏതായാലും മതമേതായാലും വിശ്വാസമേതായാലും യേശുവിനെ വിശ്വസിച്ചാൽ അതിനെന്താണ് തെറ്റ്? അവനോട് തൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞാൽ എന്താണ് തെറ്റ് എന്നാണ് താൻ ചിന്തിക്കാനിടയായത്. താൻ യേശുക്രിസ്തുവിനെക്കുറിച്ച് കേട്ടതായ സമയത്ത്, അവൻ ചെയ്ത അത്ഭുത പ്രവർത്തികളെക്കുറിച്ച് അറിഞ്ഞ സമയത്ത് ശതാധിപന്റെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ടായി. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വരെയും ഞാൻ വിശ്വസിച്ച സിദ്ധാന്തങ്ങളാകട്ടെ, എനിക്കുണ്ടായിരുന്നതായ വിശ്വാസങ്ങളാകട്ടെ, അവയിലൊന്നും പാപിയെ വിശുദ്ധനാക്കി മാറ്റുന്നതാകട്ടെ, രോഗം ബാധിച്ച വ്യക്തിക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നതായ വിഷയമാകട്ടെ, ഇവയൊന്നും ഞാൻ കാണുവാൻ ഇടയായതേയില്ല. ഒരിക്കലും ഇതുവരെ കേൾക്കാത്തതായ അത്ഭുതകരമായ പ്രവൃത്തികളാണ് ഇപ്പോൾ യേശുവിൽ കൂടി കേൾക്കുന്നത്. അദ്ദേഹം ലോകരക്ഷകനാണെന്ന്, അദ്ദേഹം വിശുദ്ധനാണെന്ന്, പാപിയായ മനുഷ്യനെ വിശുദ്ധനാക്കി മാറ്റിയെടുക്കുന്നു, അവരുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നുവെന്ന് കേൾക്കുന്നു, അവർക്ക് പുതിയ ജീവൻ കൊടുക്കുന്നു എന്ന് പറയുന്നു, അവർക്ക് സ്വർഗീയ അവകാശം കൊടുക്കുന്നു എന്ന് പറയുന്നു. അതുമാത്രമല്ല, മനുഷ്യനുണ്ടായിരിക്കുന്നതായ രോഗങ്ങൾക്ക് അത്ഭുതകരമായ വിടുതൽ കൊടുക്കുന്നു എന്നും. ഇത് കേട്ടതായ ആ ശതാധിപൻ യേശുവിൻ്റെ അരികിൽ വന്നിട്ട്, യേശുവേ, എൻ്റെ ദാസൻ പക്ഷപാതം പിടിച്ച് കിടപ്പിലാണ്. തനിക്ക് വേണ്ടി താൻ ചോദിക്കുകയല്ല. ഞാൻ വീണ്ടും പറയട്ടെ, തൻ്റെ മേലധികാരികളുമായിട്ട് തന്നെ താരതമ്യം ചെയ്യുകയായിരുന്നുവെങ്കിൽ ചിന്തിച്ചേനേയും, എനിക്ക് പ്രമോഷൻ വന്നില്ല, അയാൾക്ക് പ്രമോഷൻ കിട്ടി, അയാൾക്ക് കൂടുതൽ ശമ്പളം വർദ്ധിക്കാനിടയായി, എനിക്ക് ലഭിച്ചില്ല.
അവർക്ക് രഥങ്ങൾ കൊടുത്തു. അവനെ സൈന്യാധിപനാക്കി. അവന് ഒരുപാട് സൈന്യത്തെ കൊടുത്തു. സെക്യൂരിറ്റിയും വർദ്ധിപ്പിച്ചു. ഞാൻ കുറേ കാലമായിട്ട് 100 പേർക്ക് മാത്രം അധികാരിയായിരിക്കുന്നു. കുറേ കാലമായിട്ട് അതേ വീട്ടിൽ തന്നെയാണ് കഴിയുന്നത്. കുറേ കാലമായിട്ട് അവർ തന്നെയാണ് ബാല്യക്കാരായിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയും എനിക്ക് വേണ്ടേ? ഞാൻ എല്ലായ്പ്പോഴും അവരെപ്പോലെയും ഇവരെപ്പോലെയും അവരെപ്പോലെയും ജീവിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച എപ്പോഴുണ്ടാകും എന്ന് അദ്ദേഹം ചിന്തിച്ചിരിക്കുന്നുവെങ്കിൽ, യേശുവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ മുൻപിൽ തനിക്ക് വേണ്ടി ചോദിക്കുമായിരുന്നു, കർത്താവേ, എനിക്ക് ഈ അത്ഭുതം ചെയ്യണമേ. കുറേ കാലമായി ഇന്ന കാര്യം ആഗ്രഹിക്കുന്നു. കുറേ കാലമായി ഇതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, ഞാൻ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നീ തന്നെ പ്രത്യക്ഷനായല്ലോ. ഇങ്ങനെ തനിക്ക് വേണ്ടി ചോദിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതകരമായ വ്യക്തിത്വം അയാൾ പ്രകടിപ്പിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ, തന്നേക്കാൾ ഉയർന്നതായ ആളുകളെ താൻ നോക്കുന്നില്ല. തന്നേക്കാൾ താഴ്ന്ന സ്ഥിതിയിലുള്ളവരെയാണ് നോക്കുന്നത്, ശ്രദ്ധിക്കുന്നത്. തന്നേക്കാൾ താഴ്ന്ന സ്ഥിതിയിലുള്ള ആളുകളെ ശ്രദ്ധിച്ചതുകൊണ്ടാണ് ആ കഷ്ടത മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എൻ്റെ കൈകാലുകൾക്ക് നല്ല ആരോഗ്യമുണ്ട്, എന്നാൽ എൻ്റെ വീട്ടിലെ ബാല്യക്കാരന് കാലിനും കൈക്കും ശേഷിയില്ല. എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, പാവം അയാൾക്ക് ആരോഗ്യമില്ല. എനിക്കെൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്, ജോലി ചെയ്യാൻ കഴിയുന്നുണ്ട്. പാവം അയാൾ ഒന്ന് തിരിയാൻ പോലും കഴിയാതെ കിടപ്പിലാണ്. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, എന്നാൽ അയാൾ രാവിലെ മുതൽ രാത്രി വരെയും കഷ്ടപ്പെടുകയാണ്. എൻ്റെ ജീവിതത്തിൽ വലിയ കഷ്ടതയൊന്നുമില്ല, എല്ലാം സുഖമായി പോകുന്നു, എന്നാൽ അയാൾക്ക് മുഴുവൻ കഷ്ടതയാണ്. എപ്പോഴാണോ നിന്റെ ജീവിതത്തിൽ നിന്നേക്കാൾ താഴ്ന്ന സ്ഥിതിയിലുള്ള ആളുകളെ നിനക്ക് കാണുവാൻ കഴിയുന്നത്, അപ്പോഴാണ് നിന്റെ മനസ്സ് മൃദുലമുള്ള നല്ല മനസ്സാണെന്ന് മനസ്സിലാക്കുന്നത്. യേശുവിനോട് പറയുകയാണ്, യേശുവേ, എൻ്റെ വീട്ടിലൊരു ബാല്യക്കാരനുണ്ട്. അയാൾ പക്ഷവാതം പിടിച്ച് അല്ലെങ്കിൽ രോഗം പിടിച്ച് കിടപ്പിലായിരിക്കുകയാണ്. നീ സൗഖ്യമാക്കുമോ എന്ന് പറഞ്ഞ് ഞാൻ വന്നതാണ്. അയാൾ യേശുവിനോട് പറഞ്ഞതായ രീതി നോക്കുക. അപേക്ഷിച്ചു, അവനോട് യാചിക്കുകയാണ്. യേശു പറഞ്ഞു, ശരി, പോകാം. അപ്പോൾ പറയണം, യേശുവേ, അങ്ങ് എൻ്റെ വീട്ടിലേക്ക് വരികയോ? എന്താണ്, വരാൻ പാടില്ലെന്നാണോ? അതിന് ഞാൻ എന്താണ് പറയുന്നത്? യോഗ്യതയുള്ളവനല്ല, യോഗ്യനല്ല. നിന്നെപ്പോലെ മഹാദൈവം, ദൈവപുത്രൻ എന്നെപ്പോലെ ഒരുവൻ്റെ വീട്ടിലേക്ക് വരുവാൻ തക്കവണ്ണം ഒരു യോഗ്യതയും എനിക്കില്ല. എത്ര എളിമയാണെന്ന് നോക്കുക. വലിയ താഴ്മയുള്ള മനുഷ്യനായിരുന്നു, വലിയ എളിമയും സ്നേഹവുമുള്ള മനുഷ്യൻ ആയിരുന്നു. യേശു ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ, വേണ്ട കർത്താവേ, നീ എൻ്റെ വീട്ടിലേക്ക് വരുവാൻ ഞാൻ യോഗ്യതയുള്ളവൻ അല്ല. ശരി, ഞാൻ വരണ്ട എന്ന് പറയുന്നു. നിന്റെ ബാല്യക്കാരന് സൗഖ്യം വേണം, എങ്ങനെ നടക്കും? കർത്താവേ, ഞാൻ ശതാധിപനാണ്. ഞാൻ ഒരുവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അവൻ വരും. ഒരുവനോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അവൻ അങ്ങോട്ട് പോകും. ഒരുവനോട് ഇന്നത് ചെയ്യാൻ പറഞ്ഞാൽ അവനത് ചെയ്യും. കർത്താവേ, സകലത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവമാകുന്നല്ലോ നീ. നീ അധികാരമുള്ള ദൈവമാണല്ലോ. അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, അവിടെ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം ലഭിക്കും. നീ വരേണ്ടതായ ആവശ്യം എന്താണ്? അപ്പോൾ യേശു കർത്താവ് ചുറ്റുപാടും നോക്കിയിട്ട് പറയുകയാണ്, ഇസ്രായേലിൽ പോലും ഇത്ര വലിയ ഇത്ര വലിയ വിശ്വാസമുള്ള ഒരു വ്യക്തിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. യഹൂദനാണോ? യഹൂദനല്ല. ജന്മം കൊണ്ട് ക്രിസ്ത്യാനിയാണോ? അല്ല, ഒരു അന്യനാണ്. റോമൻ സാമ്രാജ്യത്തിൽ സൈനികനായിട്ട് ശതാധിപനായിട്ടിരിക്കുന്ന മനുഷ്യൻ, പോരാട്ടം ചെയ്യുന്നവൻ, രാജ്യത്തിനു വേണ്ടി, രാജ്യത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ. എന്നാൽ അവൻ്റെ സിരകളിൽ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ളതായ ഒരു ആഴമായ വിശ്വാസമുണ്ട്. പ്രിയ സഹോദര, സഹോദരി, നിനക്കിത്രയ്ക്കുള്ള വിശ്വാസമുണ്ടോ? നിന്റെ വിശ്വാസം എങ്ങനെയുള്ളതാണ്? എത്ര ഉച്ചത്തിൽ പ്രാർത്ഥിക്കുമോ എന്നുള്ളതല്ല, എത്ര ആഴമായി വിശ്വസിക്കുന്നു എന്നാണ്. ചോദിക്കട്ടെ, നിന്റെ വിശ്വാസം എങ്ങനെയുള്ളതാണ്? എല്ലാവരും ഉറക്കെ പ്രാർത്ഥിച്ചാലും, എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാലും ശരി, നിന്നിൽ വിശ്വാസമില്ല എങ്കിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുക ഇല്ല. അതുകൊണ്ട് വചനം കേൾക്കുന്നതിൽ കൂടി നമുക്ക് വിശ്വാസം വർദ്ധിക്കുന്നു. ആ വിശ്വാസം നടക്കുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ അത്ഭുത കാര്യങ്ങൾ നടക്കുന്നത്. ഒരുപാട് സ്നേഹമുള്ളവൻ, ഒരുപാട് താഴ്മയുള്ളവൻ, വലിയ വിശ്വാസമുള്ളവൻ, വലിയ അത്ഭുതത്തെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിഞ്ഞവൻ. അതെവിടെയാണ് നടന്നത്? കഫർനഹൂമിൽ.
ആരുടെ ജീവിതത്തിലാണ്, ആരുടെ കുടുംബത്തിലാണ് ഒരു അന്യനായിരുന്നവനായ ശതാധിപന്റെ ജീവിതത്തിൽ? പ്രിയ സഹോദരങ്ങളെ, കേൾക്കുക. നിന്റെ ദേശം ഏതായാലും, നീ എങ്ങനെയുള്ള മനുഷ്യനായാലും ശരി, നീ എവിടുത്തുകാരനായാലും, നിന്നെ സൃഷ്ടിച്ചവനായ യേശുക്രിസ്തുവിനെ നീ വിശ്വസിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയും. ആ ഒരു വിശ്വാസം നിന്നിലുണ്ടായിരിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു. അതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശാരീരികമായിട്ടുള്ള, ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഭാരപ്പെടേണ്ട. കാരണം മണ്ണിൽ നിന്ന് ഉണ്ടായവ വീണ്ടും മണ്ണിലേക്ക് തന്നെ മടങ്ങിപ്പോകും. എന്നാൽ ആത്മാവ്, അത് നിത്യമായതുകൊണ്ട് അതിന് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ യഥാർത്ഥമായ അത്ഭുത പ്രവൃത്തി എന്താണെന്നറിയാമോ? ശരീരത്തിനുണ്ടാകുന്നതായ സൗഖ്യം അല്ല, നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനോട് ചേരുന്നതാണ് യഥാർത്ഥമായുള്ള അത്ഭുതം. ഈ ലോകത്തിലുള്ള സകല അത്ഭുതങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ അത്ഭുതം നിന്റെ ആത്മാവിന്റെ രക്ഷയാണ്. ഈ വാസ്തവം മറക്കരുതെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം. ചില ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. ഇവയെക്കുറിച്ച് ഞാനും വിശദമായി പഠിച്ചു, റിസർച്ച് ചെയ്തു. കഫർന്നഹൂമിലാണല്ലോ യേശു വന്നത്. അവനൊരു വീട്ടിലായിരുന്നു. യേശുവിന് വീടുണ്ടോ? ഉണ്ടോ? കുറുനരികൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തല ചായ്ക്കാൻ പോലും ഭൂമിയിൽ ഇടമില്ല. തല ചായ്ക്കാൻ പോലും ഇടമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ അവൻ കഫർന്നഹൂമിൽ വീട്ടിലാണെന്ന് പറയുന്നു. കഫർന്നഹൂമിൽ ആരുടെ വീടാണ് ഉള്ളത്? പറയുക. ആരുടെ വീടാണ്? പത്രോസിന്റെ വീട്. പത്രോസ് യേശു കർത്താവിനെ തന്റെ രക്ഷകനായി അംഗീകരിക്കാനിടയായി. അതുകൊണ്ടാണല്ലോ പത്രോസിന്റെ വീട്ടിലേക്ക് യേശു കർത്താവ് ചെന്നപ്പോൾ പത്രോസിന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടപ്പിലായപ്പോൾ യേശു കർത്താവ് എന്തു ചെയ്തു? ആ വീട്ടിൽ, പറയുക, അത്ഭുതം ചെയ്തു. നമ്മളത് വായിച്ചതാണല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതാണ്. യേശു പത്രോസിന്റെ വീട്ടിലേക്ക് വന്നു. യേശു പത്രോസിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ആ വീട്ടിൽ പത്രോസിന്റെ അമ്മായിയമ്മ അവിടെ പനി പിടിച്ച് കിടപ്പിലാണ്. യേശു കർത്താവ് ആ പനിയെ ശാസിച്ചപ്പോൾ പനി വിട്ടുമാറി പോവുകയും അതിനുശേഷം അവൾ എഴുന്നേറ്റ് എന്തു ചെയ്തു? അവരെ ശുശ്രൂഷിക്കുവാൻ ഇടയായി. ആ വീട്ടിൽ യേശു കർത്താവ് ഉണ്ടായിരുന്നതുകൊണ്ട് ആ വീട്ടിൽ എന്ത് സംഭവിച്ചു? അത്ഭുതം നടന്നു. സഹോദര, സഹോദരി, മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ യേശു ഉണ്ടെങ്കിൽ അവനവിടെ ഉണ്ടായിരിക്കുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. മറന്നുപോകരുത്. യേശു നിന്റെ വീട്ടിൽ ഉണ്ടാകുന്നത് തന്നെ എന്താണ്? അത്ഭുതമാണ്. ആ പടകിൽ കുറച്ചുപേർ ചേർന്ന് പത്രോസിനോടൊപ്പം ചേർന്ന് മീൻ പിടിക്കാൻ പോയി. മത്സ്യത്തെ കിട്ടിയോ? കിട്ടിയില്ല. തിരിച്ച് അവർ ശൂന്യമായ പടകുമായി, ശൂന്യമായ വലകളുമായി, വിശന്ന് വലഞ്ഞ വയറുകളുമായിട്ട് വന്ന് അവരുടെ വലകളിൽ അവശേഷിച്ചിരുന്ന ചപ്പുചവറുകളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന സമയം യേശു കർത്താവ് വന്നിട്ട് പത്രോസിന്റെ പടകൽപ്പം മുൻപോട്ട് നീക്കുക എന്ന് പറഞ്ഞിട്ട് ആ പടകിൽ ഇരുന്നുകൊണ്ട് ജനത്തെ യേശു കർത്താവ് ഉപദേശിക്കുവാൻ ആരംഭിച്ചു. ജനം വന്നത് സൗഖ്യത്തിനു വേണ്ടിയായിരുന്നു. എന്നാൽ യേശു എന്താണ് ചെയ്തത്? വചനം സംസാരിച്ചവരെ അയച്ചു. വചനം സംസാരിക്കാനാണ് യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നത്. അതാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരാനുള്ള കാരണം. അതേസമയത്ത് അവൻ മനുഷ്യന്റെ ആവശ്യങ്ങളും നൽകിത്തരുന്ന ദൈവമാകൊണ്ട് അവരുടെ ശാരീരികമായ ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് അവരുടെ ശാരീരികമായ ആരോഗ്യമായിരുന്നു. അതുകൊണ്ട് അവരുടെ രോഗത്തിന് സൗഖ്യം കൊടുക്കുവാനിടയായി. എന്നാൽ അവിടെ അതേസമയത്ത് ജനം ആത്മരക്ഷയ്ക്ക് ഉതകുന്നതായ വചനത്തിനു വേണ്ടി, ദൈവത്തിന്റെ വചനത്തിനായി ദാഹിക്കാതെ സൗഖ്യം മതി എന്ന് പറഞ്ഞ് യേശുവിനെ പിന്തുടർന്നപ്പോൾ യേശു അത് മതി എന്ന് പറഞ്ഞു. എനിക്ക് സുവിശേഷം അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ തടഞ്ഞിട്ട് അവിടെ നിന്നും കടന്നുപോയി. അതും നമ്മൾ കണ്ടതാണ്. അവനോട് കൂടെ ആയിരുന്ന സമയത്ത് യേശു ആ പടകിലിരുന്നു കൊണ്ട് പടകൽപ്പം മുൻപോട്ട് നീക്കിയിട്ട് എന്തു ചെയ്തു? ദൈവവചനം ജനത്തെ ഉപദേശിച്ച് അതിന് ശേഷമായിട്ട് പത്രോസിനോട് പറയുകയാണ്, ആഴത്തിലേക്ക് ഇറക്കുക, നിന്റെ പടകിനെ ആഴത്തിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ വലയെറിഞ്ഞപ്പോൾ അവരുടെ വല പൊട്ടിപ്പോകുമാറ്, പടക് മുങ്ങിപ്പോകുമാറ്
അത്ഭുതം നടന്നോ ഇല്ലയോ? കാരണം എന്താണ്? ആ പടകിൽ യേശു ഇരുന്നത് തന്നെ ഒരത്ഭുതമാണ്. എന്തുകൊണ്ടെന്നാൽ അവിടെ ഒരുപാട് പടകുകളുണ്ടായിരുന്നു. എന്നാൽ പത്രോസിന്റെ പടകിനെയാണ് യേശു തിരഞ്ഞെടുത്തത്. നമ്മുടെ രാജ്യത്ത് 140 കോടിയിലധികം ജനങ്ങളുണ്ട്. ഈ 140 കോടി ജനങ്ങളിൽ യേശു നിന്നെ തിരഞ്ഞെടുത്തത് അത്ഭുതമാണ്. യേശു നിന്നെ രക്ഷിച്ചത് മഹാത്ഭുതമാണ്. യേശു നിന്നെ തന്റെ മകനായി മകളായി തിരഞ്ഞെടുത്ത് സ്വർഗത്തിന്റെ അവകാശിയാക്കി മാറ്റിയെടുത്തത് എന്താണെന്ന് പറയൂ? എല്ലാറ്റിനേക്കാളും മഹാത്ഭുതമാണ്. ആ യേശു നിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചത്, നിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് എല്ലാറ്റിനേക്കാളും അത്ഭുതമാണ്. മറന്നുപോകരുത്. അതുകൊണ്ടാണ് പറയുന്നത്, എപ്പോഴെങ്കിലും പിശാച് വന്നിട്ട് നിന്റെ ദൈവം എന്താണ് ചെയ്തത്, എന്താണ് ചെയ്തത്, എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ പറയുക, 140 കോടിയിൽ പരം ജനങ്ങൾ ഉള്ളതായ ഈ രാജ്യത്തിൽ എന്റെ ഹൃദയത്തിൽ യേശു കർത്താവ് പ്രവേശിച്ചതാണ് മഹാത്ഭുതം. എന്നെ തിരിച്ചറിഞ്ഞതാണ് മഹാത്ഭുതം. എന്നെ രക്ഷിച്ചതാണ് മഹാത്ഭുതം. എന്റെ പാപങ്ങളെ ക്ഷമിച്ചതാണ് അത്ഭുതം. എന്റെ വീട്ടിൽ അവൻ ദൈവമായി കടന്ന് വന്ന വിഷയമാണ് അത്ഭുതം എന്ന് കാണുന്നു. എങ്കിൽ നിന്റെ കഷ്ടതയും ബുദ്ധിമുട്ടും രോഗങ്ങളൊന്നും മാറുന്നില്ലോ എങ്കിൽ പിശാചിന് ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക. ഏത് വീഡിയോ ആണ്? എത്ര ധനവാന്റെ സ്ഥിതിയും അവസാനം അസ്ഥികൂടമാണ്. എത്ര സൗന്ദര്യമുള്ളവനാണെങ്കിലും, എത്ര അഴകുള്ളവനാണെങ്കിലും, ആരോഗ്യമുള്ളവനാണെങ്കിലും അവസാനം ബാക്കിയാകുന്നത് അസ്ഥികൾ. എന്നാൽ നമുക്ക് ബാക്കിയാകുന്നത് പുതിയ യെരൂശലേമാണ്. നമുക്ക് ഉണ്ടാകുന്നത് നിത്യജീവനാണ്, സ്വർഗീയ രാജ്യമാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് സന്തോഷിക്കുക. വീണ്ടും പറയട്ടെ, സന്തോഷിക്കുക. അതാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ളതായ ഭാഗ്യം. കഫർനഹൂമിലേക്ക് വീണ്ടും വന്നിട്ട് ആ വീട്ടിലായിരിക്കുന്നു. ചോദിക്കട്ടെ, അത് ആരുടെ വീടായിരിക്കും? അത് പത്രോസിന്റെ വീടാണ്. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തുവിന് സ്വന്തമായിട്ട് ഭവനമില്ല. കഫർനഹൂമിലുള്ളത് ആരാണ്? പത്രോസ്. അതിനു മുമ്പ് ആ വീട്ടിലേക്കാണ് വന്നത്. ബഥാനിയ ഗ്രാമത്തിലേക്ക് പോകുകയാണെങ്കിൽ ആരുടെ വീട്ടിൽ പോകും? മാർത്തയുടെയും മറിയുടെയും വീട്ടിലേക്ക് പോകുമായിരുന്നു. അവിടെ പാർക്കുമായിരുന്നു. ഇപ്പോൾ കഫർനഹൂമിൽ ആരുടെ വീട്ടിലായിരിക്കുന്നു? പത്രോസിന്റെ വീട്ടിലായിരിക്കുന്നു. പത്രോസിന്റെ വീട്ടിൽ വെച്ച് യേശു അതിനു മുമ്പ് എന്താണ് ചെയ്തത്? ഒരു അത്ഭുതം ചെയ്തു. ആ അത്ഭുതം എന്താണ്? രോഗം ബാധിച്ചതായ പത്രോസിന്റെ അമ്മായിയമ്മയ്ക്ക് സൗഖ്യം കൊടുത്തു. ഇപ്പോൾ യേശു വീണ്ടും ആ വീട്ടിലേക്ക് തന്നെ വന്നു. യേശുക്രിസ്തു ആ വീട്ടിൽ ഉണ്ട് എന്നുള്ള വിഷയം ആ ചുറ്റുപാടുമുള്ള എല്ലാ ജനങ്ങളും അറിയാനിടയായി. എന്താണ് മനസ്സിലായത്? യേശുക്രിസ്തു ആ വീട്ടിൽ ഉണ്ട് എന്നുള്ളത് ചുറ്റുപാടുമുള്ള എല്ലാവരും അറിയാനിടയായി. ചോദിക്കട്ടെ, യേശു നിന്റെ വീട്ടിൽ ഉണ്ടെന്നുള്ള കാര്യം നിന്റെ ചുറ്റുപാടുമുള്ളവർക്കറിയാമോ? ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പോലും അവർക്ക് അറിയില്ല. എന്തുകൊണ്ടാണ്? എല്ലാം പോളിത്തീൻ കവറിലാണ് വയ്ക്കുന്നത്. എന്താണ് പോളിത്തീൻ കവറിൽ വയ്ക്കുന്നത്? എന്താണ്? ബൈബിൾ ഒരു പോളിത്തീൻ കവറിലാക്കി, വീണ്ടും ഒരു സഞ്ചിയിലാക്കി. പ്രാർത്ഥനയ്ക്ക് വന്നാൽ പിന്നെ ശബ്ദങ്ങളാണ്. എന്തിൻ്റെ ശബ്ദങ്ങളാണ് കേൾക്കുന്നത്? പറയുക. ഓരോ പ്ലാസ്റ്റിക് കവറുകൾ എടുത്ത് അതിനകത്തു നിന്നും ബൈബിൾ എടുക്കുന്ന ശബ്ദം. ഇന്നത്തെ ദൗർഭാഗ്യം എന്താണെന്ന് വെച്ചാൽ, നീ ക്രിസ്ത്യാനിയാണെന്നും നിന്റെ വീട്ടിൽ യേശു ഉണ്ടെന്നും നിന്റെ മുൻപിലുള്ള വീട്ടുകാർക്കറിയില്ല, പിൻപിലുള്ള വീട്ടുകാർക്കറിയില്ല. അതുപോലെ നീ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ വീടിൻ്റെ മുകളിലുള്ളവർക്കറിയില്ല, നിന്റെ വീടിൻ്റെ താഴെയുള്ള വ്യക്തികൾക്ക് അറിയില്ല നീ ക്രിസ്ത്യാനിയാണെന്ന്. നീ ക്രിസ്ത്യാനിയാണോ? എങ്കിൽ എന്തുകൊണ്ട് നിന്റെ വിശ്വാസത്തെ മറച്ചുവെക്കുന്നു? എന്തുകൊണ്ടാണ് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുവാനായി നീ ഭയപ്പെടുന്നത്? യേശു എന്തു പറഞ്ഞെന്നറിയാമോ? നിങ്ങൾ ഈ ഭൂമിയിൽ മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുവാൻ ലജ്ജിക്കുന്നത് കൊണ്ട് സ്വർഗത്തിൽ കോടാനുകോടി ദൂതന്മാരുടെ മുൻപിൽ നീ എൻ്റെ മകനാണെന്ന് പറയുവാനും ഞാൻ ലജ്ജിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു ഡ്രമ്മൊക്കെ എടുത്തുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണേ, എൻ്റെ വീട്ടിൽ യേശുവുണ്ടേ, എടീ ചോറ് വെച്ചില്ലേ, ഇല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും. അതാണോ ക്രിസ്ത്യാനിത്വം? ആൾക്കാരുടെ മുൻപിൽ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് ഭാര്യയെ എടുത്തിട്ട് തല്ലുന്നവൻ ക്രിസ്ത്യാനിയാണോ? ഒരു വശത്ത് ഞാൻ ആലയത്തിൽ പോകുന്നവനെന്ന് പറഞ്ഞിട്ട് വീട്ടിലെപ്പോഴും ബഹളവും അടിയും ഉണ്ടാക്കുന്ന വ്യക്തി ക്രിസ്ത്യാനിയാണോ?
ലജ്ജാകരമാണ്. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ളവരില്ലേ? വളരെ നന്നായി ഒരുങ്ങി വളരെ ഭക്തിയോടെ ഞായറാഴ്ചയാകുമ്പോൾ നന്നായിട്ട് വസ്ത്രം ധരിച്ച് ബൈബിളൊക്കെ എടുത്ത് ഇണക്കുരുവികളെ പോലെ ബൈക്കിൽ ചേർന്നിരുന്ന് പോയിട്ട് വീട്ടിൽ വന്നിട്ട് വീണ്ടും ബഹളമാണ്. വീട്ടിൽ വന്നതിന് ശേഷമോ രാക്ഷസനെ പോലെ പെരുമാറുന്നു, ഉപദ്രവിക്കുന്നു, അലറി വിളിക്കുന്നു, തല്ലുണ്ടാക്കുന്നു, വീടെടുത്ത് തിരിച്ചു വയ്ക്കുന്നു. ഞായറാഴ്ചയാകുമ്പോൾ വീണ്ടും ഭക്തരായിട്ട് മാറുന്നു. ഇതെല്ലാം കാണുന്നതായ ചുറ്റുപാടുമുള്ള ആളുകൾ എന്താണ് വിചാരിക്കുന്നത്? എന്നിട്ട് ക്രിസ്ത്യാനികളെന്ന് പറയുന്നു. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആരാണ്? ഞായറാഴ്ച ക്രിസ്ത്യാനികളായിട്ട് മാറിപ്പോകുന്നവർ. എന്നിട്ട് തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ മറ്റു രീതിയിൽ ജീവിക്കുന്നവരാണോ? എന്നിട്ട് വന്ന് സാക്ഷ്യം പറയുന്ന വ്യക്തികളാകുന്നുവെങ്കിൽ ഇതൊരിക്കലും ശരിയല്ല. യേശുക്രിസ്തു നിന്റെ വീട്ടിലുണ്ടെങ്കിൽ നിന്റെ ചുറ്റുപാടുമുള്ള ആളുകൾ അറിയണം നിന്റെ കുടുംബം എത്ര ശ്രേഷ്ഠമാണ്, പരസ്പരം എത്ര സ്നേഹമാണ് അവർക്ക്, എത്ര സമാധാനത്തോടെ അവർ ജീവിക്കുന്നു, എത്ര താഴ്മയോടെയാണ് പെരുമാറുന്നത്. ആ വീട്ടിൽ ചെന്നാൽ എത്ര വലിയ സമാധാനമാണ്. അവരവിടെ പാട്ട് പാടും, അതെത്ര നല്ല നല്ല പാട്ടുകളാണ്. പ്രിയ സഹോദരി സഹോദര, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ നമ്മുടെ വീട്ടിൽ യേശുക്രിസ്തു ഉണ്ട് എന്ന് സാക്ഷി പറയുകയാണെങ്കിൽ അത്ര വലുതാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും ഞങ്ങളുടെ വീട്ടിൽ യേശു ഉണ്ടെന്ന്? നിന്റെ വീട്ടിൽ യേശു ഇല്ല എങ്കിൽ അതിൻ്റെ കാരണം പറയട്ടെ. 2 കാര്യങ്ങൾ. ഈ ഹൃദയത്തിൽ യേശു ഉണ്ടെങ്കിലേ നിന്റെ ഭവനത്തിൽ യേശുക്രിസ്തു ഉണ്ടാകൂ. ഹൃദയത്തിൽ യേശുക്രിസ്തു ഇല്ല എങ്കിൽ നിന്റെ വീട്ടിലും യേശുക്രിസ്തു ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. ഹൃദയത്തിൽ യേശു ഉണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എത്ര നല്ല രീതിയിൽ വസ്ത്രം ധരിക്കും. ചർച്ചിൽ യേശു ഉണ്ടായിരിക്കാം, ചർച്ചിൽ നിന്റെ ആത്മീയത നിനക്ക് കാണിക്കാൻ കഴിയും, തുണി തലയിൽ കൂടി ഇട്ടേക്കാം. എന്നാൽ വാസ്തവത്തിൽ യേശുക്രിസ്തു നിവസിക്കേണ്ടത് നിന്റെ ഹൃദയത്തിൽ. ഇവിടെയുണ്ടെങ്കിൽ മാത്രമേ നിന്റെ ഗൃഹത്തിൽ യേശുക്രിസ്തു ഉണ്ടാകൂ. നിന്റെ വീട്ടിൽ യേശുക്രിസ്തു ഉണ്ടെങ്കിൽ നിന്റെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് മനസ്സിലാകും എന്താണ് അവർ വാസ്തവത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ആകുന്നു എന്ന്. എന്തുകൊണ്ടെന്നാൽ നിന്റെ വീട്ടിൽ നിന്ന് സിനിമാ പാട്ടുകൾ വെളിയിൽ വരില്ല. നിന്റെ വീട്ടിൽ നിന്ന് സിനിമയുടെ ശബ്ദങ്ങൾ വെളിയിലേക്ക് വരികയില്ല. നിന്റെ വീട്ടിൽ നിന്ന് ഡിസ്കോയുടെ പാട്ടുകൾ വരില്ല. അലർച്ചയും ബഹളവുമൊന്നും വരില്ല. അതാണൊരു അടയാളം, ചുറ്റും ഉള്ളവർക്ക് ഒരു തെളിവ്. സഹോദരി വരൂ, നല്ലൊരു സിനിമയുണ്ട്, കാണാം. ഇല്ല സഹോദരി, ഞങ്ങൾ സിനിമ കാണില്ല. അവർ മറ്റുള്ളവരോട് പറയും ആ വീട്ടുകാർ സിനിമ കാണില്ല. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഈ വാക്കുകൾ ഒരു കാലത്ത് നന്നായി ഉപയോഗിക്കുമായിരുന്നു. നിങ്ങൾക്കറിയാമോ? അവരെ സിനിമയ്ക്ക് വിളിച്ചാലോ അവർ സിനിമയ്ക്ക് വരില്ല സിസ്റ്റർ. എന്തുകൊണ്ടാണ്? അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ. അന്ന് പറയുന്ന ആളുകൾ ഇന്ന് അങ്ങനെ പറയുന്നുണ്ടോ? അവർ വിശ്വാസികളാണല്ലോ, അതവർ ചെയ്യില്ല. അവർ വിശ്വാസികളാണ്, അവർ അവിടേക്ക് വരില്ല. അവർ വിശ്വാസികളാണല്ലോ, അങ്ങനെ മറ്റുള്ള വ്യക്തികൾ നമ്മെ കണ്ട് പറഞ്ഞിരുന്നു. എന്നാൽ അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യുകയില്ല. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ഈ ദിവസം വീണ്ടും അങ്ങനെ പറയണം. എന്തുകൊണ്ടാണ്? ഇവർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. നിന്നെ കണ്ടിട്ട് പറയാൻ കഴിയണം, ആ ദിവസം യേശുക്രിസ്തു ആ വീട്ടിലുണ്ടായിരുന്നു. ആ നാട് മുഴുവനും അറിഞ്ഞു എന്താണ്? ആ വീട്ടിൽ യേശുക്രിസ്തു ഉണ്ടെന്ന്. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്ത്യാനികളാണെന്നറിയില്ല. എന്നാൽ എപ്പോഴാണ് വീടിൻ്റെ മുകളിൽ സ്റ്റാർ ഇടുന്നത് അപ്പോഴാണ് മനസ്സിലാകുന്നത്. അങ്ങനെയായിരുന്നു. അപ്പോഴാണ് അറിയുന്നത് എന്താണ് ഇവർ ക്രിസ്ത്യാനികളാണെന്നുള്ള കാര്യം. സ്റ്റാർ ഇടുന്നത് വരെ ആർക്കും അറിയില്ലായിരുന്നു. എന്താണ് നിന്റെ സംസാര രീതി? എങ്ങനെയാണ്? നിന്റെ സംസാരം കേട്ടറിയാൻ കഴിയുന്നില്ല, നിന്റെ പെരുമാറ്റം കണ്ടറിയാൻ കഴിയുന്നില്ല, നിന്റെ വേഷരീതികൾ കണ്ടറിയാൻ കഴിയുന്നില്ല, നിന്റെ വിശ്വാസം കണ്ടറിയാൻ കഴിയുന്നില്ല. ആർക്കും അറിയാൻ കഴിയുന്നില്ല നീ ക്രിസ്ത്യാനിയാണെന്ന്. ഇപ്പോഴെങ്ങനെയാണ് അവർക്ക് മനസ്സിലായത്? സ്റ്റാർ ഇട്ടപ്പോഴാണ് മനസ്സിലായത്. എന്നാൽ അതല്ല യഥാർത്ഥമായ ക്രിസ്ത്യാനിത്വം. സ്റ്റാറല്ല നീ ക്രിസ്ത്യാനിയാണെന്ന് വെളിപ്പെടുത്തേണ്ടത്, മറിച്ച് ആ സ്റ്റാറിന് ആധാരമായിരിക്കുന്ന യേശുക്രിസ്തുവാണ് നീ ക്രിസ്ത്യാനെന്ന് തെളിയിക്കുവാൻ ഉള്ളതായ അടിസ്ഥാനം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിന്റെ വീട്ടിൽ യേശു ഉണ്ടെങ്കിൽ 4 പേരറിയണം. നിന്റെ ഹൃദയത്തിൽ യേശു ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കത് അറിയാൻ കഴിയണം. അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുന്നതാണ് അത്ഭുതം.
പ്രിയ സഹോദര സഹോദരി, നമുക്ക് ചോദിക്കാം, ഒരുപക്ഷെ ഈ സമയത്ത് നിന്റെ ജീവിതത്തിൽ, നിന്റെ ഹൃദയത്തിൽ, നിന്റെ ഗൃഹത്തിൽ യേശു ഇല്ല എങ്കിൽ നമുക്ക് യേശുവിനോട് അപേക്ഷിക്കാം. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, നിന്റെ സന്നിധിയിൽ വന്നവരുടെ ജീവിതത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരീ സഹോദരന്മാരെയും മാതാപിതാക്കളെയും കർത്താവേ നീ ദർശിക്കണമേ. ഇന്ന് നിന്റെ ഹൃദയത്തിൽ യേശു ഉണ്ടെങ്കിൽ നിന്റെ ഗൃഹത്തിലും യേശു ഉണ്ടാകും. ഒരുപക്ഷെ ഇന്ന് നിന്റെ ഗൃഹത്തിൽ യേശു ഇല്ല എങ്കിൽ ചോദിക്കുക, യേശുവേ, എന്നോടൊപ്പം എൻ്റെ ഗൃഹത്തിലേക്ക് നീ വരണമേ. എൻ്റെ ഗൃഹത്തിൽ നീ ഇല്ല എങ്കിൽ എന്താണ് പ്രയോജനം? കർത്താവെ, അന്ന് നീ പത്രോസിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അതെല്ലാവരും അറിയാനിടയായി. അങ്ങനെയുള്ള ഗൃഹമായ എൻ്റെ ഗൃഹത്തെ മാറ്റണമേ. ക്രിസ്തു ഉള്ളതായ ഗൃഹം, ദൈവം നിവസിക്കുന്ന ഗൃഹമായിട്ട് എൻ്റെ ഗൃഹത്തെ നീ മാറ്റിയെടുക്കണമേ. ആ വീട്ടിൽ സ്നേഹമുണ്ടായിരിക്കണം, ആ വീട്ടിൽ സന്തോഷമുണ്ടായിരിക്കണം, ആ വീട്ടിൽ സമാധാനമുണ്ടാകണം. എൻ്റെ വീട്ടിൽ നിന്റെ സാന്നിധ്യമുണ്ടായിരിക്കണം, നിന്റെ ശാന്തി ഉണ്ടായിരിക്കണം, നിന്റെ സ്വസ്ഥതയുണ്ടാകണം, നിന്റെ ആനന്ദമുണ്ടായിരിക്കണം. സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറണം. എല്ലാം നീ നൽകാനിടയാകുമല്ലോ. നീ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കണം. കർത്താവിന് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമേ. ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമേ. ഭർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കണമേ. ഭാര്യയുടെ ഹൃദയത്തിൽ പ്രവേശിക്കണമേ. മക്കളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരുടെ ജീവിതത്തിലും നീ അത്ഭുതം ചെയ്യണമേ. ഞങ്ങളുടെ കഷ്ടത നീ അറിയുന്നുവല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ അത്ഭുതം ചെയ്തുവല്ലോ. ഒരുപാട് വിടുതലുകൾ തന്നുവല്ലോ. ഇന്നും നീ ചെയ്യുന്നുണ്ടല്ലോ. നാളെയും നീ ചെയ്യുമല്ലോ. അതോർത്ത് നിന്റെ നാമത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ചെയ്യുന്ന അത്ഭുതങ്ങളെ ഓർത്തുകൊണ്ട് നിന്നെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എൻ്റെ നാമത്തിന് സകല മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kukatpalli, Hyderabad 72.